ഹായ് ഗൈസ്, വെൽക്കം ടു 3 ഏജസ് 10 ഫാമിലി വ്ളോഗ്സ്. അപ്പോൾ നമുക്കിന്ന് കുട്ടികൾ കളിക്കുന്ന സ്ഥലത്തേക്കാട്ടോ പോകാൻ പോകണം, അതായത് മസ്തി സോൺ. അപ്പോൾ നമ്മൾ ആരൊക്കെയാണെന്ന് വെച്ചാൽ ഞാനും എൻ്റെ ആളും 40 പേരും. അയ്യോ, 40 പേരൊന്നുമില്ല കേട്ടോ. ആരൂസും പിന്നെ നമ്മൾ രണ്ടാളും വന്നിട്ടുള്ളൂ. സുലമ പറഞ്ഞ ഈ ചൂടത്ത് ഞാൻ എങ്ങോട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല ചൂടാട്ടോ ഗൈസ്. പുറമേ നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. അങ്ങനെ കാഴ്ചകൾ കണ്ട് പോകുമ്പോഴാണ് അവിടെ ഒരു ആനേനെ കണ്ടിട്ടോ. നമ്മളെ നാട്ടിലെ ആനേനെ പോലെ അല്ലത്. അതാ ഇപ്പോൾ വരും കേട്ടോ. അതാ ശരിക്കും നാട്ടിലെ നമ്മൾ ഉത്സവത്തിനൊക്കെ കാണുന്ന ആനേൻ്റെ ഒരു പ്രതീതി പോലെ എനിക്ക് തോന്നിയില്ല. അതിലും എന്തോ ഒരു എന്താ പറയുക, എന്തോ ഒരു തടിയാണോ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും ആന സൂപ്പറായിരുന്നു, സൂപ്പർ. ഞങ്ങൾ വേഗം ഓടിച്ചു പോയിട്ടോ അതിൻ്റെ മുന്നിൽ. ഇതാ മസ്തി സോൺ എത്തിയിരിക്കുന്നു ഗൈസ്. ഇതാ കാറൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങളിതാ മസ്തി സോണിലേക്ക് പോവാണ് കേട്ടോ. സംഭവം അതിൻ്റെ ഉള്ളിൽ അടിപൊളിയാണ്. കുട്ടികൾക്കൊക്കെ കളിക്കാൻ നല്ല എന്താ പറയുക, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. നല്ല അടിപൊളി സംഭവങ്ങളായിട്ടുള്ളത്. നല്ല ലൈറ്റിൻ്റെ പരിപാടിയുണ്ട്. സംഭവം അടിപൊളിയാണ് കേട്ടോ. നമ്മൾ ആദ്യം ചുറ്റിയൊക്കെ ഒന്ന് കണ്ടിട്ടോ എല്ലാ സംഭവങ്ങളൊക്കെ ഒന്ന് എന്തൊക്കെയാണ് ഉള്ളതെന്ന്. അപ്പോൾ ഏറ്റവും ചെറിയൊരു കുട്ടി അത് അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഗൈസ്, ഇതൊക്കെ നമുക്ക് കളിക്കാനുള്ളതാണ്. ഞാനും ചിത്തേണ്ണും കളിച്ചിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്ക് വേണമെങ്കിൽ കളിക്കാം കേട്ടോ. നമുക്കിതാ കാണാം. അപ്പം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പം നമ്മൾ കുറച്ചൊന്നും ഇവിടെ ഇരുന്നിട്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. മൂപ്പരത് സ്വന്തമായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ജിത്തേണ് ഈ ഗെയിമിങ് ആണ് തോന്നുന്നു കൂടുതൽ ഇഷ്ടപ്പെട്ടത്. മൂപ്പർ പിന്നെ ഇവിടെ വന്നിരുന്നിട്ട് ഭയങ്കര കളി കളിക്കുന്നുണ്ട്. ഓക്കെ, ഈ ഗെയിം അടിപൊളിയാണ് കേട്ടോ. ഇത് ആരോസും ചിത്താണും കൂടിയാണ് കളിച്ചത്. ഇതിൻ്റെ ഈ ചതുരപ്പെട്ടില്ലേ, ആ ചതുരത്തിൻ്റെ ഉള്ളിലേക്ക് വരുന്ന ബോളൊക്കെ ഒരു സമയം അവർ തന്നിട്ടുണ്ട്. ആ സമയത്തിനുള്ളിൽ ഇടണം. എത്ര ബോൾ ഇട്ടണോ അത്രയും പൈസ നമുക്ക് കിട്ടും കേട്ടോ. സംഭവം ഇത് സൂപ്പർ. ഇനി ചെറുപറാന്ന് എറിയുന്നുണ്ട്. ചിലതൊന്നും കൊള്ളുന്നില്ല, ചിലതൊക്കെ താഴോട്ട് വെക്കുന്നുണ്ട്. അവർ മൂന്നാളും കൂടി വാശിയേറിയ മത്സരമാണ് ഗൈസ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതാ ചതുരപ്പെട്ടിൻ്റെ ഉള്ളിലേക്ക് കഴിഞ്ഞു തോന്നുന്നുണ്ട്. ഏകദേശം ടൈം തീരാറായി. ഇനി ഞാനും ചിത്തേണ്ണും കൂടിയുള്ള ഒരു അതിസാഹസികമായ ബാസ്ക്കറ്റ് ബോൾ. ഞാൻ പിന്നെ പണ്ടേ ബാസ്ക്കറ്റ് ബോളർ ആയതുകൊണ്ട് എനിക്ക് ഈ ഗെയിം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാനറിയാം കുറച്ചൊക്കെയാണ്. ഉള്ളിലൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും സംഭവം കുറേ എറിഞ്ഞിരിക്കണം എന്തായാലും. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. നമ്മളെ ചാനൽ ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത്. അപ്പം ഈ കളി കണ്ടപ്പോൾ എനിക്ക് ഞങ്ങൾ പണ്ടത്തെ 10ാം ക്ലാസ്സൊക്കെ ഓർമ്മ വന്ന കാരണം അന്നേരം ഞങ്ങൾ ബാസ്ക്കറ്റ് ബോൾ ലാസ്റ്റായിട്ട് കളിച്ചത്. അപ്പോൾ പിന്നെയും ചെറിയൊരു കുട്ടി പിന്നെയും വന്നിരിക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. ഈ ജിത്തേണ് എന്താ അറിയില്ല, ഇതിന് ഭയങ്കര ക്രഷ് അടിച്ചിക്കണം തോന്നുന്നുണ്ട്. അവിടെയുള്ള ഒട്ടുമിക്ക ഗെയിമും ഞങ്ങളൊന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ. ഇതും അവർ പറഞ്ഞിരുന്നുണ്ട്. ആ പറഞ്ഞിരുന്ന ഇൻസ്ട്രക്ഷൻസൊക്കെ വഴിയാണ് ഞങ്ങൾ ചെയ്തത്. ഇത് ഞങ്ങളെല്ലാവരും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ സംഭവം നിൽക്കുന്നത് എത്രയിലാണോ അതാ 30, 10 അവിടെ എഴുതി കാണിക്കില്ലേ, അത് അത്ര ക്യാഷ് നമുക്ക് കിട്ടും. നമ്മളത് പലതും വന്ന് നിന്നത് 5, 10 രൂപയിലാണ്. അത് 5 വന്ന് നിന്നത്. ആരാധ്യം ഞാനും എല്ലാം ട്രൈ ചെയ്തിട്ടുണ്ട്. ഇത് നല്ല രസമാണ്. ഞങ്ങൾ ചിരിക്കുകയും ചെയ്തിരിക്കണം കേട്ടോ. സത്യം പറഞ്ഞാൽ അതിൽ കുറേ അക്കങ്ങളുണ്ട്. എന്നാലും ഈ 5ലും 10ലും അല്ലാണ്ട് ഇത് വന്ന് നിൽക്കില്ല. 1000 വരെ ഉണ്ട്. ഇത് കളിച്ചിട്ടുണ്ടെങ്കിൽ എത്ര സംഖ്യയാണോ വരുന്നത് അത്രയുള്ള ക്യാഷ് കിട്ടും. പിന്നെ അത് തിരിയുന്നത് കണ്ടോ, ആ തിരിയുന്നതിൽ 2 കുട്ടികൾ നിൽക്കുന്നുണ്ട് കേട്ടോ. സായിഷ്, എന്താണ് എൻ്റെ അമ്മേ, 2 കുട്ടികളെ കാണുന്നുണ്ടോ എന്നറിയില്ല. 2 കുട്ടികൾ അവിടെ നിൽക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ. ആ തിരിയുന്ന ആ പമ്പരത്തിൻ്റെ ഉള്ളിൽ വലിയൊരു പമ്പരം പോലെ ഉണ്ടത്. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്നൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. ബൈ.